ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പരുന്നൽ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ചന്ദ്രമതിയോട് ശ്രുതിയും കാല് പിടിച്ച് ക്ഷമ ചോദിക്കുകയാണ്. ചെയ്തുപോയ തെറ്റിനെല്ലാം ആൻറ്റി ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് ക്ഷമ ചോദിക്കും. അവസാനം ചന്ദ്രമതി രണ്ടുപേർക്കും മാപ്പ് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതെല്ലാം കാണുന്ന സച്ചി പറയും, ഓ അപ്പോൾ ജഡ്ജിയമ്മ ചെയ്തുപോയ തെറ്റിന് ഇവർക്ക് ക്ഷമയൊക്കെ കൊടുത്തില്ലേ? ശരി, ഇനി എൻ്റെ തീരുമാനം ഞാൻ പറയാം. ഇവൻ ഇപ്പോൾ മുതലാളി എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന ചന്ദ്രമതി ഹോം അപ്ലയൻസസിൻ്റെ മുതലാളി സ്ഥാനത്ത് നിന്ന് ഇവൻ മാറണമെന്ന് പറയും. ഉടനെ ശ്രുതി പറയും, ഞാനെന്തിനാണ് മാറുന്നത്? ഓ, ഞാൻ മാറിയാൽ നിനക്ക് ആ സ്ഥാനത്ത് മുതലാളിയായിട്ട് ഇരിക്കാൻ വേണമെന്ന് പറയും. എടാ, എനിക്ക് മുതലാളിയൊന്നും ആവണ്ട. ഇപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ കാറിൻ്റെ മുതലാളി തന്നെ. പിന്നെ ഞാനെന്തിനാണ് മാറുന്നത്? ആ കാശേ നിൻ്റെ മലേഷ്യയിൽ നിന്ന് വന്ന കാശ് കൊണ്ട് ചെയ്ത ഷോപ്പല്ല, അത് മലേഷ്യയിലുള്ള പണം കൊണ്ട് അല്ല ആ ഷോപ്പ് നടത്തിയിരിക്കുന്നത്. എൻ്റെ അച്ഛന് വിരമിച്ചപ്പോൾ കിട്ടിയ പൈസ കൊണ്ടാണ് ഇപ്പോൾ ആ ഷോപ്പ് നടത്തിയിരുന്നത്. ആ കാശിന് ഞങ്ങൾക്ക് 3 മക്കൾക്കും തുല്യമായ അവകാശം ഉണ്ടെന്ന് പറയും. എന്താ നീ അവകാശം ചോദിക്കുകയാണോ എന്ന് ചന്ദ്രമ്മ ചോദിക്കും. എനിക്ക് അവകാശം വേണ്ട, ഇനി ശ്രീകാന്തിന് വേണോടാ, നിനക്ക് അവകാശം വേണോ എന്ന് ചോദിക്കും. വേണ്ട, അച്ഛന് സർവീസ് സമയത്ത് റിട്ടയർമെൻറ്റ് സമയത്ത് കിട്ടിയ കാശ് അച്ഛൻ അവകാശപ്പെട്ടത് തന്നെ, അത് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയും. ശരി, അപ്പോൾ ഇനി അതിന് ഉള്ള ഒരേ ഒരു അവകാശി എൻ്റെ അച്ഛനാണെന്ന് പറയും. അച്ഛനായിരിക്കും ഇനി മുതൽ ചന്ദ്രമതി ഹോം അപ്ലയൻസസിൻ്റെ മുതലാളി എന്ന് പറയും. അവർക്ക് ശ്രുതി അങ്ങ് ഞെട്ടുകയാണ്. ചന്ദ്രമതിക്കൊന്നും പറയാനും പറ്റത്തില്ല. അവസാനം രവീന്ദ്രൻ പറയും, വേണ്ട, അവനല്ലയോടെ മുതലാളിയായിട്ടിരിക്കുന്നത്, അവൻ തന്നെ നടത്തിക്കോട്ടെ. വേണ്ടച്ചാ, അവൻ ഇപ്പം തന്നെ 30 ലക്ഷം രൂപ കൊണ്ടുചെന്നാൽ വിശ്വനാഥിന് കൊടുത്ത് ഇവൻ വല്ലാത്തൊരു അബദ്ധത്തിൽപ്പെട്ട് നിൽക്കുക. ഇനി ഇവനെ ഷോപ്പിലെ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ ഇനി ഇവൻ ഓരോ അബദ്ധത്തിൽ ചെന്ന് ചാടും. ഇനി അതുകൊണ്ട് തന്നെ അച്ഛൻ മുതലാളിയും ഇവൻ ആ ഷോപ്പിൻ്റെ മാനേജറുമാണ്. ഇത് കേൾക്കുമ്പോൾ വർഷയും ശ്രീകാന്തും കൈയടിക്കുകയാണ്. അവർക്ക് വലിയ ഇഷ്ടപ്പെടും. കേട്ടല്ലോ, അപ്പോൾ ഭൂരിപക്ഷ അഭിപ്രായത്തിനാണ് എപ്പോഴും വില നിൽക്കേണ്ടത്. അതുകൊണ്ട് ഇനി തൊട്ട് അച്ഛനായിരിക്കും ഷോപ്പിൻ്റെ മുതലാളി എന്ന് പറയും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഷോപ്പിലോട്ട് എല്ലാവരും വരികയാണ്. വരുന്ന സമയത്ത് പൂമാലയൊക്കെ കൊണ്ടുവന്ന് രവീന്ദ്രൻ്റെ കഴുത്തിലിട്ടിട്ട് രണ്ടുപേരും കൂടി ചേർന്ന് ശ്രുതിയെ ആ മുതലാളിയുടെ കസേരയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് രവീന്ദ്രനെ ഇരുത്തുകയാണ്. ഒരു മാല കൊണ്ടുവന്ന് മുതലാളിയുടെ വൈഫ്, അതായത് ചന്ദ്രമതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയാണ്. സ്വീറ്റ്സ് എല്ലാം കൊണ്ട് ഒന്നെല്ലാവർക്കും കൊടുക്കും. ആ സമയത്താണ് നമ്മുടെ അഭിലാഷ് സാർ അങ്ങോട്ട് വരുന്നത്. അഭിലാഷ് സാറിനെ കാണുമ്പോൾ നമ്മുടെ ശ്രുതി അങ്ങ് ഞെട്ടും. കാരണം ഷോപ്പിൻ്റെ ഓണറാന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത്. അതങ്ങോട്ട് കാണുമ്പോഴത്തേക്ക് പുള്ളി ഓടി ഇങ്ങോട്ട് വരികയാണ്. ആ സാറെന്താ പതിവില്ലാതെ, അതും ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വിസിറ്റ്. പ്രതീക്ഷിക്കാതെ വരുന്നതല്ലേ ശ്രുതി എപ്പോഴും നല്ലത്, അതിലേ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത്. ഉടനെ അതൊക്കെ ശരി, ഇതെന്താ ഇന്നിവിടെ വിശേഷമൊക്കെ ഉണ്ടോ, മാലയൊക്കെ ഇട്ടേക്കുന്നത്? അപ്പോഴത്തേക്കാണ് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലെന്ന് പറയും. അപ്പോഴത്തേക്ക് കുറേ സബ് ഡീലർമാർ പുറത്ത് വന്ന് കിടന്നങ്ങ് ബഹളം വെക്കാൻ തുടങ്ങും. എടോ, താൻ ഞങ്ങളുടെ കയ്യിൽ നിന്നെല്ലാം കാശ് മേടിച്ചിട്ട് ഇതുവരെ പ്രൊഡക്റ്റ് ഒന്നും തന്നില്ലയോ എന്നൊക്കെ ചോദിച്ചാൽ ബഹളമാണ്. ഉടനെ അബ്ബാസ് സാർ ചോദിക്കും, എന്താ അവിടെ? ഒന്നുമില്ല സാർ. അല്ല, എന്തോ പ്രശ്നമുണ്ടല്ലോ. അത് എന്താടോ? ചോദിക്കും. അത് സാറേ, ഇയാൾ ഞങ്ങളുടെ കയ്യിൽ നിന്നെല്ലാം പൈസ മേടിച്ചിട്ട് ഇതുവരെ ഞങ്ങൾക്ക് പ്രൊഡക്റ്റൊന്നും തന്നില്ലെന്ന് പറയും. ആ സമയത്ത് ശ്രുതിയെ സപ്പോർട്ട് ചെയ്തേ പുള്ളിക്ക് സംസാരിക്കാൻ പറ്റും. അബ്ബാസ് സാർ പറയാം, എൻ്റെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തതേ ഉള്ളൂ, പ്രൊഡക്റ്റുകളൊന്നും ആർക്കും കൊടുത്തു തുടങ്ങിയില്ല. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസയ്ക്ക് അനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ തരാം. എല്ലാവരും ഇപ്പം തൽക്കാലം ഇവിടുന്ന് പോകണമെന്ന് പറയും. അങ്ങനെ അബ്ബാസ് സാർ എല്ലാവരെയും പറഞ്ഞിരിക്കുകയാണ്. ആ സമയം ചോദിക്കും, എന്ത് പറ്റി ശ്രുതി തനിക്ക്? താനൊരു ചെറുപ്പക്കാരനായ ബിസിനസ്സുകാരനാണെന്ന് കരുതി തനിക്ക് ഞാൻ ഇത്രയും വലിയ ഡീലർഷിപ്പ് തന്നത്, അതും താൻ എന്നിട്ട് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നോക്കും. അപ്പോഴത്തേക്കാണ് രവീന്ദ്രനും സച്ചിയൊക്കെ അങ്ങോട്ട് വരുന്നത്. സാറേ, ഇവന് വല്ലാത്തൊരു പണി കിട്ടിയിട്ട് നിൽക്കുക. എന്താ സച്ചി? അത് ഇവനിപ്പോൾ 3 കോടി രൂപയുടെ ഒരു ബംഗ്ലാവ് മേടിച്ചെന്ന് പറയും. അപ്പോഴത്തേക്ക് നമ്മുടെ അബ്ബാസ് സാർ ചോദിക്കും, 3 കോടി രൂപയുടെ ബംഗ്ലാവോ? എടോ, ഞാനിപ്പോഴാണ് ഒരു ചെറിയ ഫ്ലാറ്റ് ഇപ്പോൾ മേടിച്ചത് ഇത്രയും നാളിന് ശേഷം. താനിപ്പോൾ ബിസിനസ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ 3 കോടി രൂപയുടെ ബംഗ്ലാവൊക്കെ മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നങ്ങൾ കാണാം, അതിനുവേണ്ടി പ്രയത്നിക്കാം, പക്ഷേ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അതും ഈ 30 ലക്ഷം രൂപ. സാറേ, അത് ഈ ഡീലർഷിപ്പിന് ആൾക്കാർ കൊടുത്ത സബ് ഡീലർമാരുടെ കാശ് എടുത്തിട്ടാണ് ഇവൻ ആ വിശ്വനാഥിന് കൊടുത്ത് 30 ലക്ഷം രൂപ കൊടുത്തത്. ആ 30 ലക്ഷം രൂപയും കൊണ്ട് അയാൾ മുങ്ങി. അയാൾ ചതിയനാണെന്ന് പറയും. ദൈവമേ, 30 ലക്ഷം രൂപയും കൊണ്ടോ? എന്നിട്ട് പോലീസ് പരാതി കൊടുത്തില്ലേ? പരാതിയൊക്കെ കൊടുത്തു. എത്രയും പെട്ടെന്ന് ഞങ്ങൾ അവനെ കണ്ടുപിടിക്കും. എൻ്റെ കയ്യിലെങ്ങാണോ അവനെ കിട്ടിയാലുണ്ടല്ലോ, പിന്നെ അവൻ ജീവിച്ചിരിക്കത്തില്ലെന്ന് പറയും. എത്രയും പെട്ടെന്ന് ഞങ്ങൾ ആ കാശ് ഇവരെ തിരിച്ചു വാങ്ങിച്ചു കൊടുക്കും സാർ. അതുകൊണ്ട് ഈ ഡീലർഷിപ്പ് അവന് കൊടുക്കാതിരിക്കരുതെന്ന് പറയും. ഉടനെ കേട്ടോടോ തൻ്റെ ചേട്ടൻ പറഞ്ഞത്? അന്നും താൻ ഇത്രയും ചതി എന്നോട് ചെയ്ത സമയത്തും ഈ സച്ചി എന്നോട് സത്യങ്ങളെല്ലാം പറഞ്ഞു. അന്നും ഈ സച്ചിയുടെ സംസാരവും സച്ചിയുടെ സത്യസന്ധതയും കൊണ്ട് മാത്രമാണ് അന്ന് ഞാൻ തനിക്ക് ഡീലർഷിപ്പ് വന്നത്. പിന്നെ തൻ്റെ വീട്ടുകാരെയും അച്ഛനെയും കണ്ടിട്ടും ഇപ്പോഴും തനിക്കൊരു പ്രശ്നം വന്നപ്പോൾ തൻ്റെ ചേട്ടനെ ഉള്ളൂ തന്നെ സഹായിക്കാൻ. ഇതൊക്കെ മനസ്സിലാക്കണം. താൻ ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. നമ്മൾ സാറേ, ഇനി അവനെ വഴക്കൊന്നും പറയേണ്ട, അവൻ ഇപ്പം തന്നെ വല്ലാതെ വിഷമിച്ചിരിക്കുന്നൊരു അവസ്ഥയെന്ന് പറയും. ശരി സച്ചി, ഇനി കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. എത്രയും പെട്ടെന്ന് തന്നെ ആ പൈസ തിരിച്ച് മേടിക്കാൻ ശ്രമിക്കണമെന്ന് പറയും. ശരി സാറേ, അതിനുവേണ്ടി തന്നെ ഞങ്ങൾ ശ്രമിക്കുന്നതൊക്കെ പറയും. അങ്ങനെ അതെല്ലാം സംസാരിച്ചിട്ട് നമ്മുടെ അബ്ബാസ് സാറ് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവിടം വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി ശ്രുതി
ചന്ദ്രമതി ഹോം അപ്ലയൻസസിൻ്റെ ഓണറാന്ന് പറഞ്ഞുകൊണ്ടാണ് ഡീലർഷിപ്പ് കൊടുത്തത്. ഇനി അതിനുശേഷം അവിടുത്തെ ഒരു മാനേജറാന്ന് അറിയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അഭിലാഷ് സാറിൻ്റെ പ്രതികരണം. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.